ഹലോ, ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചക്കയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ. അത് നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് വന്നാലോ. പോകാം വീഡിയോ. ഇതാണ് ഞാനിവിടെ എടുത്തേക്കുന്ന ചക്ക. ഇത് വരിക്ക ചക്കയാണ്. ഇത് നമുക്ക് മുറിച്ച് ഇതിൻ്റെ പകുതി നമുക്ക് കുമ്പിളുണ്ടാക്കാനും പകുതി നമുക്ക് ചക്ക വരട്ടുന്നതിനും എടുക്കാവേ. ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് എടുക്കാവേ. ഇപ്പം ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ചക്കച്ചുളകൾ മാത്രം 1 കിലോയോളം ഉണ്ട്. ഇതിലാണ് നമ്മളിന്ന് ചക്കയപ്പം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ചക്കച്ചുളകളെല്ലാം ഈ വലിയ ജാറിലാണ് എടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് അരച്ച് ഫൈനാക്കി കൊണ്ടുവരാം. നമ്മൾ ഈ ഫൈനാക്കി അരച്ചെടുത്തേക്കുന്ന മിക്സ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വലിയ ജാർ എടുത്ത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അരച്ച് കിട്ടാൻ എളുപ്പമുണ്ട്. വലിയ ജാറില്ലാത്തവരാണെങ്കിൽ ചെറിയ ജാറിൽ 2-3 ട്രിപ്പായിട്ട് അരച്ചെടുത്താലും മതിയേ. ഇനി നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ്. ഇനി നമുക്ക് തരിയുള്ളതിന് വേണ്ടിയിട്ട് സ്റ്റീമെയ്ഡ് പുട്ടുപൊടി 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം റവയും ഉപയോഗിക്കാമേ. ഇനി 1 കപ്പ് വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കണം. അതിൻ്റെ പകുതി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ബാക്കി പകുതി നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കിലോ ശർക്കര പൊടിച്ചത് ഇതൂടെ നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ്. 2 കപ്പ് തേങ്ങയുണ്ട്, തേങ്ങ ചിരകിയത്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഏലക്ക പൊടിച്ചത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചക്കയ്ക്കകത്ത് വെള്ളം കൂടുതലുള്ളത് കൊണ്ടാണ് ഞാനത് ശർക്കര പാനിയാക്കാതെ പൊടിച്ചെടുത്തത്. ഇങ്ങനെ ചേർക്കുമ്പോൾ ചക്കയിലെ വെള്ളവുമായിട്ട് ശർക്കര പെട്ടെന്ന് അലിഞ്ഞ് ചേരുകയും ചെയ്യും. നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട്. അന്നേരം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടാണ് ഇപ്പോൾ ഇളക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ചക്കയപ്പത്തിൻ്റെ ബാറ്റർ. അധികം വെള്ളം ആവാനും പാടില്ല, എന്നാൽ അധികം കട്ടിയായി പോകാതെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇലയിലാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് വഴനയില, വഷ്ണയില, കുമ്പിളില, ഇടനയില എന്നൊക്കെ പറയും. ഈ ഇലയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയപ്പം. ഇതിന് പകരം നമുക്ക് വാഴയിലയിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഈ ഇല എടുത്തിട്ട് ഇതുപോലെ കുമ്പിൾ കുത്തുന്ന പോലെ ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ഓരോ തവി മാവ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇലയുടെ ഈ ഭാഗം ഈ മാവിലേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അന്നേരം അത് അവിടെ ഇരുന്നോളും, ഇളകി പോകത്തൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലിയോ കുത്തിവെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡലിക്കുട്ടത്തിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ഇഡലിക്കുട്ടത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ചക്കയപ്പം എല്ലാം ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച്
15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം ആവിയൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. അപ്പം നമ്മുടെ ചക്കയപ്പം അതോടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഇനി സെർവ് ചെയ്യാം. നമ്മുടെ ചക്കയപ്പം ഇപ്പോൾ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അന്നേരം നമ്മുടെ ചക്കയപ്പം അല്ലെങ്കിൽ കുമ്പളപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല മണമാണ്, നല്ല ഹെൽത്തി, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അന്നേരം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കയപ്പത്തിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അന്നേരം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വയനയിലയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ചക്കയപ്പവും അല്ലെ കുമ്പളപ്പം കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ വാഴയിലയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ്. അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അന്നേരം എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.